ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്ലൗസിൻ്റെ വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ക്ലോത്ത് അയൺ ചെയ്തിട്ടില്ല, അപ്പോൾ അതിന് കമൻറ്റ് വരും അയൺ ചെയ്തിട്ട് ചെയ്തുകൂടെയെന്ന്. ഇന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇന്ന് ഉച്ചവരെ കറണ്ട് കട്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്ക് താഴെയും ഫ്രണ്ട് പോർഷൻ മോൾ ഭാഗത്തും വെച്ചിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമല്ലോ, ആ ലൈന് കറക്റ്റായി വെക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ വെച്ചതാണ് കറക്റ്റായിട്ടുള്ള ലൈൻ കേട്ടോ, ഈ ലൈന്. അപ്പോൾ അതും ബാക്ക് മാർക്ക് ചെയ്തതും സെയിം ഒരേപോലെ വരുന്ന പോലെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തും ചെയ്യണം. പിന്നെ നമ്മൾ സൈഡ് ഇതേപോലെ മാർക്ക് ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഷോൾഡറിൻ്റെ അവിടെ എന്തായാലും ശരിയായിട്ട് വരില്ല. അപ്പോൾ സൈഡത്തെ ജോയിൻറ്റ് മാത്രം ശ്രദ്ധിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം, അതായത് കൊക്കി വയ്ക്കുന്ന ഭാഗം ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതും ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കരുത്. നമ്മൾ കൊക്കി വെച്ച ഭാഗം ചെയ്യുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. സൈഡ്, അതായത് നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ അവിടുത്തെ മാർക്ക് ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നേരെ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും വേസ്റ്റ് ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഷോൾഡറും നെക്കിൻ്റെ അവിടെയൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാനുള്ള പീസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്നാണ് കേട്ടോ ബെൽറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തിന് ഇതേപോലെ ആ സ്ട്രൈറ്റ് ലൈനിൽ വെക്കുക കേട്ടോ. അതായത് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ബാക്കിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മാർക്ക് നമ്മളിപ്പോൾ വെച്ച പീസിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രണ്ടും ഇത് സൈഡ് ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്നും 1/2 ഇഞ്ച് ബെൽറ്റും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യാനായിട്ടും മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി നമ്മൾ ടക്ക് പിടിക്കുമല്ലോ, ഈ കൊക്കി വെക്കുന്ന ഈ ഭാഗത്തായിട്ട് നമ്മൾ ടക്ക് പിടിക്കുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി മുകളിലോട്ടായിട്ട് കയറും. അപ്പോൾ ആ ലെങ്ത് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് കൊക്കി വെക്കുന്ന, അതായത് കൊക്കി വെക്കുന്ന ഭാഗത്തെ ബെൽറ്റ് മാർക്കിങ്ങിൽ മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് വരുന്നവിടെ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത് അവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് എല്ലാ അളവിനും കൊടുക്കേണ്ടതാണ്. 3/4 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രണ്ട് ഭാഗം മാർക്ക് ചെയ്തപ്പോൾ കൊക്കി വെക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണല്ലോ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതേപോലെ ബെൽറ്റിലും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും ഉള്ളോട്ടായിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക. ഈ ലൈനിൽ നമ്മുടെ കൊക്കി വെക്കുന്ന തയ്യൽ തുമ്പും ഇപ്പം നമ്മൾ വരച്ച തയ്യൽ തുമ്പും ജോയിൻ്റ് ആവുന്ന പോലെ കറക്റ്റായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ബെൽറ്റിൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ 3 ത്രികോണ ഷേപ്പിൽ മെയിൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ലൈന് അതിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ലൈനിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിനെ ഇതേപോലെ എടുത്തിട്ട് ഈ 3ാമത്തെ ടക്ക് ഉണ്ടല്ലോ, അതായത് ഈ 3 ലൈനിൽ നമ്മൾ ഫസ്റ്റ് ലൈനാണ് ഇപ്പം മാർക്ക് ചെയ്തെടുത്തത്. ഇപ്പം മാർക്ക് ചെയ്തെടുത്ത അതേ പോയിന്റിൽ നമ്മുടെ 3ാമത്തെ ലൈൻ, അതായത് ടക്കിൽ 3 വര വരുമല്ലോ, അതിൽ ആദ്യത്തെ വര ആദ്യം വെച്ചു. ഇപ്പോൾ 3ാമത്തെ വര ഇങ്ങനെ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് തയ്യൽ തുമ്പിൻ്റെ അവിടെ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ലൈനിൽ ടച്ച് ആവുന്ന പോലെ വെക്കുക കേട്ടോ. ആ പോയിൻ്റ് കറക്റ്റ് വെക്കുക. ആ ലൈന് ടച്ച് ആവുന്ന പോലെ വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് വെച്ചിട്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൽ വിട്ടുപോയതുകൊണ്ടാണ് പിന്നെയും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക.
നമുക്ക് ഇതേപോലെ ബെൽറ്റ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രണ്ട് ഭാഗം ടക്ക് പിടിക്കുന്ന പോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ബെൽറ്റും എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെയ്യുന്ന പോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിലും നേരത്തെ ചെയ്ത പോലെ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇതൊന്ന് ചെറിയൊരു കേവ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുത്തനെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കപ്പിൻ്റെ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു കേവ് വളച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് ഇതിൽ വെച്ച് നോക്കാം കേട്ടോ, ശരിയാണോ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെയാണല്ലോ സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സെയിം അളവിൽ ബ്ലൗസിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ബ്ലൗസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ സ്റ്റിച്ചിങ്. അപ്പോൾ നമുക്കിവിടെ വേസ്റ്റ് ബാൻഡ് കറക്റ്റായിട്ടുണ്ട്, ഇവിടുത്തെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കാൽക്കുലേഷനൊന്നുമില്ല. അതായത് ബെൽറ്റിന് ഇത്ര ഇഞ്ചസ് ഒന്നും ഇല്ല. നമ്മൾ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റ് ഒരേ ലെങ്ത്തിൽ തന്നെ കിട്ടും കേട്ടോ. ചില ബ്ലൗസ് അളവ് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക് ഒരു അളവായിരിക്കും, ഫ്രണ്ട് നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെ ബാക്കിനെക്കാട്ടിലും ഒരുപാട് ഇറക്കം കൂടുതലായിരിക്കും. അപ്പോൾ അവർ വേസ്റ്റ് ബാൻഡ് കറക്റ്റായിട്ട് വെക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. നമ്മൾ വേസ്റ്റ് ബാൻഡ് കറക്റ്റാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ വേസ്റ്റിൻ്റെ അവിടെ ഈ ചുരുണ്ട് കയറും മുകളിലേക്ക്. ഈ ബെൽറ്റ് പീസ് ഒരു ചുരുണ്ട് നിൽക്കുന്നതും നമ്മൾ വേസ്റ്റ് ബാൻഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.